ഇപ്പോൾ കേരളത്തില് കുറച്ച് ദിവസമായിട്ട് ഒരു പുതിയ ജില്ലകൾ വേണമെന്നുള്ള ആവശ്യം വരും. തിരുവനന്തപുരം ജില്ലയെ വിഭജിച്ച് നെയ്യാറ്റിൻകരയും കാട്ടാക്കടയും ചേർത്ത് ജില്ല വേണമെന്ന് പറയുന്നു. ഇന്ന് പത്രത്തിൽ വായിച്ചു കൊച്ചിയിൽ ഒരു ജില്ല, അവിടുത്തെ രണ്ട് മൂന്ന് ജില്ലകളിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ട് അവിടെ ഒരു ജില്ല വേണമെന്ന് പറയുന്നു. ഈ ആവശ്യം തുടങ്ങിയിട്ട് കുറെ കാലമാകുന്നുണ്ട്. കരുണാകരന്റെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഒക്കെ ഇത്തരത്തിലുള്ള പിന്നെ ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. ഓരോരോ പ്രദേശത്തെയും ആൾക്കാർ അവരവർക്ക് ജില്ലകൾ വേണമെന്ന് പറയുന്നുകൊണ്ട് കരുണാകരൻ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നാണ് നമ്മൾ പണ്ട് ഞാൻ വാർത്ത വായിച്ച ഓർമ്മയുണ്ട്. അതായത് ഇനി 15ാമത്തെ ഒരു ജില്ല വരുന്നെങ്കിൽ അത് മൂവാറ്റുപുഴ ജില്ലയായിരിക്കുമെന്ന് കരുണാകരന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരു വാർത്ത എന്റെ വായിച്ച ഓർമ്മ എന്റെ മനസ്സിനകത്ത് വരുന്നുണ്ട്. എന്തായാലും ആ ആവശ്യങ്ങളെല്ലാം നിൽക്കുമ്പോൾ ഇപ്പോൾ മലപ്പുറം ജില്ലയെ വിഭജിച്ചിട്ട് തിരൂര് ജില്ല ഉണ്ടാകണം, പൊന്നാനി ജില്ല ഉണ്ടാകണം എന്നൊക്കെയുള്ള ആവശ്യം ഉയർന്നുണ്ട്. അങ്ങനെ ഒരുപാട് ജില്ലകൾ, കൊല്ലം വിഭജിച്ച് ജില്ല ഉണ്ടാകണം, അങ്ങനെ പത്തനാപുരത്തോട്ട് മാറണം, ഇങ്ങനെ ജില്ലകൾ വേണം എന്നുള്ള ആവശ്യം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ മുറവിളികൾ ശക്തമായി കൊണ്ടിരിക്കുന്നു. എന്താണ് കേരളത്തിൽ അത്തരത്തിൽ ജില്ലകൾ ഉയർന്നാൽ ഇപ്പോഴത്തെ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ വെച്ച് നമ്മൾ ഒന്ന് പരിശോധിക്കുമ്പോൾ ഈ കൂടുതൽ ജില്ലകൾ വരുമ്പോൾ കൂടുതൽ സാമ്പത്തിക ബാധ്യത സർക്കാരിന് ഉണ്ടാകുകയല്ലേ ഉള്ളൂ. എന്തായിരിക്കും ഇങ്ങനെ ജനങ്ങൾ ഈ കൂടുതൽ ജില്ല വേണമെന്ന് ആവശ്യപ്പെടാനുള്ള കാരണം? എന്തായിരിക്കും അതിന്റെ പിന്നിലുള്ള പ്രചോദനം? എന്തായിരിക്കും അതിനു മുന്നിലുള്ള മോട്ടീവും ഉദ്ദേശവും എന്തായിരിക്കും? അല്ല, ഇവിടെ കേരളം 1956 ഉണ്ടാകുന്നത്. 3 സ്റ്റേറ്റുകൾ, പ്രിൻസിലി സ്റ്റേറ്റുകൾ, ട്രാവൻകൂർ, കൊച്ചി, മലബാർ, ഇത് മൂന്നും ചേർത്താണ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് കന്യാകുമാരി നഷ്ടപ്പെട്ടു, കാസർഗോഡ് നഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. പാലക്കാടും ഇടുക്കിയൊക്കെ തമിഴ്നാട് അവകാശവാദം ഉന്നയിച്ചെങ്കിലും അത് മുന്നോട്ട് പോയില്ല. അങ്ങനെ അയൽ സംസ്ഥാനത്തു നിന്നുള്ള ഡിമാൻഡുകൾ ഒരു സൈഡിൽ നിൽക്കുന്നു. ഇവിടെ ആദ്യം വന്നത് മതാടിസ്ഥാനത്തിൽ ഒരു ജില്ല വേണമെന്നും പറഞ്ഞാണ് മലപ്പുറം ജില്ല സെപ്പറേറ്റ് ആയിട്ട് മതാടിസ്ഥാനത്തിൽ ഒരു ജില്ല ഉണ്ടായി. അപ്പൊ അത് കഴിഞ്ഞ് പിന്നീട് പത്തനംതിട്ട ജില്ല ഉണ്ടായി, വയനാട് ജില്ല ഉണ്ടായി, കണ്ണൂർ വിഭജിച്ച് കാസർഗോഡ് ജില്ല ഉണ്ടായി. അങ്ങനെ പല പ്രാവശ്യം വിഭജനങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും നടന്നിട്ടുണ്ട്. അത് ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലും പുതിയ ജില്ലകൾ ഉണ്ടാകുന്നു. ഒന്നാമതായിട്ട് പോപ്പുലേഷൻ കൂടുന്നു, ചില സ്ഥലത്ത് വികസനം വരുന്നില്ല, അല്ലെ ചില സ്ഥലത്ത് വികസനം കൂടുന്നു, അങ്ങനെ പല രീതിയിലും വരുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മളൊരു ഒരു നാച്ചുറൽ പ്രോസസ് ആയിട്ടേ കാണുന്നുള്ളൂ ജില്ലകളിലുള്ള ആവശ്യം. പക്ഷേ കേരളത്തിൽ അതിന്റെ അപ്പുറത്തുള്ള ചില അജണ്ടകളും ഉണ്ട്. കാരണം 2 കാര്യങ്ങൾ ഇതിനോട് റിലേറ്റഡ് ആണ്. ഒന്ന്, സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന കാലഘട്ടത്തില് ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും അല്ല, മാപ്പിളസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റും കൂടെ ചോദിച്ചായിരുന്നു. ബ്രിട്ടീഷുകാർ കൊടുത്തില്ല എന്നുള്ളത് വേറെ വശം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. മാപ്പിളസ്ഥാൻ, മലബാർ കേന്ദ്രീകരിച്ച് മാപ്പിളസ്ഥാനും കൂടെ വേണം എന്നൊരു വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഇപ്പോഴത്തെ ലീഗും അന്നത്തെ ജിഹാദികളും എല്ലാവരും കൂടെ ഒരു വലിയ അഭ്യാസമൊക്കെ നോക്കി. പക്ഷെ അത് നടന്നില്ല. അത് കഴിഞ്ഞപ്പം അത് പോയി. അതുപോലെ തന്നെ ലക്ഷദ്വീപ് പാകിസ്ഥാന് കൊടുക്കാൻ ഒരു ശ്രമം നടന്നു, അതും നടന്നില്ല. പിന്നെ അതിന്റെ എല്ലാം കൂടി ഒരു കോൺസലേഷൻ പ്രൈസ് പോലെയാണ് ലക്ഷദ്വീപിന് ട്രൈബൽ സ്റ്റാറ്റസ് കൊടുത്ത് അതിനെ കേന്ദ്രഭരണ പ്രദേശമാക്കുകയും മലപ്പുറം ഒരു ജില്ലയൊക്കെ കൊടുത്ത്, അതായത് രാജ്യം ചോദിച്ചവർക്ക് ഒരു ജില്ല കൊടുത്ത് തൽക്കാലം ഒതുക്കി അന്ന്. പക്ഷേ ഇപ്പം അതായത് രാജ്യം സന്താന നിയന്ത്രണവും മറ്റു പല പോളിസീസിലും മുന്നോട്ട് പോയപ്പം ഈ പാകിസ്ഥാൻ ചോദിച്ചവര് എന്ത് ചെയ്തു? വാശിക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി ഭയങ്കരമായിട്ടും പെറ്റുപെരുകി അതിഭയങ്കരമായിട്ട് ജനസംഖ്യ വർദ്ധിപ്പിച്ചു. ആ ഒരു സ്ഥലത്ത് മാത്രം, മറ്റു സ്ഥലത്ത് ഇല്ലാത്ത രീതിയിൽ ജനസംഖ്യ വർദ്ധിപ്പിച്ചു. അപ്പൊ ആ ജില്ലക്കകത്ത് തന്നെ 2 MP പോസ്റ്റായി, MLA കൂടി. മറ്റു സ്ഥലത്തുള്ള MP പോസ്റ്റ്, ഇപ്പൊ മൂവാറ്റുപുഴ MP സ്ഥാനം ക്യാൻസൽ ചെയ്തു, വാഴൂര് MLA സ്ഥാനം പോയി. അങ്ങനെ പല രീതിയിലുള്ള റീഅഡ്ജസ്റ്റ്മെന്റുകൾ ഈ ഇലക്ഷനോടനുബന്ധിച്ച് നടന്നിട്ടുണ്ട്. അപ്പൊ മാത്രമല്ല 2015 തുടങ്ങി JNUവിലും കേന്ദ്ര സർവകലാശാലകളിലൊക്കെ ഈ ഇന്ത്യ അലയൻസുകാർ ഒരു മുദ്രാവാക്യം ഇറക്കിയിട്ടുണ്ട്, കേരൾ മാംഗെ ആസാദി. അപ്പം ഇതിന്റെ ഉദ്ദേശം ഇത് ഒരു ജില്ല കൊണ്ട് നിൽക്കാനുള്ളതല്ല. കുറെ ജില്ലകൾ ഉണ്ടാക്കുക, അതിനുശേഷം അതൊരു സംസ്ഥാനമാക്കുക, അത് കഴിയുമ്പോൾ അത് ഇന്ത്യയിൽ നിന്നും വേർപെട്ട് വേറൊരു രാജ്യമാക്കുക എന്നുള്ള അത് 50 വർഷമോ 100 വർഷമോ എപ്പോ ആവട്ടെ അതിന്റെ അടിക്കല് ഇപ്പം നാട്ടിയിടുക എന്നുള്ള ഒരു പരിപാടി. ഇതിന്റെ അകത്തെല്ലാം ഈ മതം തിന്ന് ആസാദി, മതം തിന്ന് ജീവിക്കുന്നവർക്കാണ് ഇതിന്റെ അകത്ത് ഈ വക അജണ്ടകളൊക്കെ പെട്ടെന്ന് തലയിൽ, മനസ്സിൽ ഒരു ലഡു പൊട്ടി എന്നൊക്കെ പറയുന്ന പോലെ ഇതുപോലത്തെ മനസ്സിൽ ഒരു ജില്ല പൊട്ടി. അങ്ങനെ പല ഐഡിയകളും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു വികസനത്തിന്റെ പേരിലോ അല്ല ജില്ല അനുഭവിക്കുന്നില്ല. പക്ഷെ ചില പ്രത്യേക ആൾക്കാർ ഒരു പ്രത്യേക രീതിയിൽ വളരെ ചെറിയൊരു ഗ്യാപ്പിൽ വലിയൊരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നടത്തി കൂടുതൽ ജില്ലകൾ കരസ്ഥമാക്കുന്നു, കൂടുതൽ MLA യും MP യും ആകുന്നു,
ഭരണത്തിലേക്ക് കൈവയ്ക്കുന്നു. അങ്ങനെ ഇപ്പൊ ഇലക്ഷനിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, മലയാളം മാറിയിട്ട് പല സ്ഥലത്തും ഇലക്ഷൻ പ്രചരണം അറബിക്കിലായി. മലയാളം സാറിനെക്കാട്ടിലും ഹിന്ദി സാറിനെക്കാട്ടിലും ഇംഗ്ലീഷ് സാറിനെക്കാട്ടിലും ശമ്പളം അറബിക് സാറിനുണ്ട്, ആനുകൂല്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. ഈ ഡിമാൻഡുകളും കേരളത്തിൽ കാണുന്ന മറ്റു പല സിംറ്റങ്ങളും ഇന്റർ റിലേറ്റഡ് ആണ്. ഒരു നടക്ക് പോകുന്ന ഡിമാൻഡുകളല്ല പലതും, വലിയ 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 അജണ്ടകളുള്ള ഡിമാൻഡുകളാണ്. സാറേ, 2019 മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടിട്ട് തിരൂർ ജില്ല വേണമെന്നുള്ള ഒരു ഹർജിയുമായിട്ട് ഒരു സംഘം അവിടെ പോയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പോയി കണ്ടിരുന്നു. ആ ചിത്രങ്ങളൊക്കെ ഫോട്ടോകളൊക്കെ അന്ന് പത്രങ്ങൾ വന്നതാണ്. അന്ന് ഞാൻ ശ്രദ്ധിച്ചതാണ്. ആ ജില്ല വേണമെന്ന് പറഞ്ഞ് പോയ ഹാജിമാരില് എല്ലാവരും ഹാജിമാരായിരുന്നു. അതിന്റെ താഴെ പേര് വെച്ചത് ഹാജി ഇന്നയാൾ, ഹാജി ഇന്നയാൾ, ഹാജി ഇന്നയാൾ, ഇത്ര പേര് ചേർന്നിട്ടാണ് ഇത് കൊണ്ട് കൊടുത്തത്, ഹർജി കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് ഉള്ള വാർത്ത ഞാൻ വായിച്ചാണ്. പറഞ്ഞപ്പോഴാണ് എനിക്ക് അഫ്ഗാനിസ്ഥാൻ തലക്കെട്ടൊക്കെ ഉണ്ടായിരുന്നോ? താലിബാൻ തലക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി തോർത്ത് കൊണ്ടുള്ള തലക്കെട്ടുണ്ടായിരുന്നു. തന്നെയാണ് കാബൂൾ, തിരുവനന്തപുരത്തെ കാബൂൾ ആക്കി. അതെ അതെ, ആ തന്നെയാണ് ഒന്ന് ഹർജി കൊടുത്തത്. ഒന്നുകൂടെ ഞാൻ പറയാം. 2013 പിന്നെ അത് പൊന്നാനി വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നീട് 2013 എനിക്ക് തോന്നുന്നത് തിരൂര് വേണമെന്ന് പറഞ്ഞിട്ട് SDPI കാരാണ് രംഗത്ത് വന്നത്. SDPI കാർ രംഗത്ത് വരുന്നു. അവര് 2014-13 കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 16 മറ്റോ അവരവിടെ 2010 തോന്നുന്നു അവര് ഈ SDPI കാര് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വരുന്നതും. 13 അവരവിടെ ഒരു വലിയൊരു ഹർത്താൽ നടത്തി അതിന് വേണ്ടിയിട്ട്. പിന്നെ തിരൂര് വേണമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ഹാജിമാര് പോയത് പൊന്നാനി വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് തിരൂര് വേണമെന്നല്ല, പൊന്നാനി വേണമെന്ന് പറഞ്ഞാണ്. അത് നീളം നദിയുടെ തീരത്തുള്ള പ്രദേശങ്ങളെല്ലാം ചേർത്തുകൊണ്ട് 3 ജില്ലകളിലെ തൃശ്ശൂര്, പാലക്കാട്, മലപ്പുറം, ഈ ജില്ലകളിലെ നീള നദിയുടെ തീരത്തുള്ള പ്രദേശങ്ങൾ. അപ്പൊ അതിനകത്തെല്ലാം പ്രത്യേക അജണ്ടകൾ ഉണ്ടായിരിക്കാം. താങ്കൾ ഈ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കാം. എന്തായാലും അങ്ങനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹർജി കൊടുക്കാൻ പോയത്. അതല്ല, അത് വളരെ കൃത്യമായിട്ട് മലകള്, നദികള്, ഇതിന്റെയൊക്കെ കൺട്രോൾ കൈവശപ്പെടുത്താനുള്ള പല അജണ്ടകളും വെച്ചാണ് ഈ പറഞ്ഞ ഡിമാൻഡുകളെല്ലാം വരുന്നത്. ഇതിന് ആത്യന്തികമായിട്ട് പരിഹാരം ജില്ലയല്ല, ഇതിന് ഒറ്റ പരിഹാരമേ ഉള്ളൂ. തിരുക്കൊച്ചി സ്റ്റേറ്റ് പുനഃസ്ഥാപിക്കുക, മലപ്പുറം കേന്ദ്രഭരണ പ്രദേശമാക്കുക, ബാക്കി കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡിനെ കർണാടകത്തിൽ ലയിപ്പിക്കുക. അതല്ലാതെ ഈ കേരളത്തിൽ നടക്കുന്ന ഈ വക ടാക്ടിക്കലായിട്ടുള്ള അഭ്യാസങ്ങൾക്ക്, ഈ കേരൾ മാംഗെ ആസാദി, കട്ടിംഗ് സൗത്ത്, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾക്ക് ഒരു പൂർണ്ണ പരിഹാരം വരണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റും പാർലമെന്റും ആക്ട് ചെയ്യുക എന്നുള്ളത് വഴിയുള്ളത്. കാരണം ഇവിടുത്തെ ഡെമോഗ്രഫി മാറിപ്പോയി. ഇനി എല്ലാ ഡിമാൻഡുകളും മതത്തെ ബേസ് ചെയ്തുള്ള ഡിമാൻഡുകളാണ് വരാൻ പോകുന്നത്. അത് വലിയ അപകടത്തിലേക്കാണ്. ഇപ്പം കാശ്മീർ ഏകദേശം ഒതുങ്ങി വരുന്നു, നോർത്ത് ഈസ്റ്റ് ഒതുങ്ങി വരുന്നു, പഞ്ചാബ് ഒതുങ്ങി വരുന്നു. അപ്പൊ പുതിയ പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കുക, മതാടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള പരിപാടികളാണ്. 1947 കിട്ടാതെ പോയ സാധനം സൂത്രത്തിൽ വാങ്ങിച്ചെടുക്കാനുള്ള അഭ്യാസങ്ങളാണ് ഇതിന്റെ പുറകെ നിൽക്കുന്നത്. അല്ലാണ്ട് ഇന്ത്യ വളരണമെന്നോ ഇവിടം ഡെവലപ്പ് ആകണമെന്നോ അങ്ങനെയുള്ളതൊന്നും ഒരു കാരണവും അല്ല ഇതിന്റെ കാര്യം. ഇതിന്റെ ജോഗ്രാഫിക്കലായിട്ടുള്ള വികസനമോ അല്ല അതിന്റെ ഇംബാലൻസോ ഒന്നും അല്ല ഇഷ്യൂ. മതം എങ്ങനെ ഇതിന്റെ അകത്ത് കയറ്റി, മതത്തിന് എങ്ങനെ വളരാവുന്നുള്ള ഓരോരോ ജില്ലകൾ മതത്തിന്റെ പേരിൽ പിടിച്ചെടുക്കാം, ഓരോരോ ജോഗ്രാഫിക്കൽ ഏരിയകൾ പിടിച്ചെടുക്കാവുന്നതാണ് ഇതിന്റെ കംപ്ലീറ്റ് അജണ്ട. അപ്പൊ അതിനെ മുളയിലെ ഞുള്ളേണ്ട ചുമതല സ്റ്റേറ്റ് ഗവൺമെന്റിനും ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റിനും ഉണ്ട്. പക്ഷെ അത് എത്രത്തോളം ഇവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ദൈവത്തിനെ പറയാൻ പറ്റത്തുള്ളൂ. ജനങ്ങൾ ഇതേപ്പറ്റി അവബോധം ഉള്ളവരായിരിക്കാം. സെൻട്രൽ ഗവൺമെന്റിന് അല്ല കേരള ഗവൺമെന്റ് അത് ഉണ്ടെന്ന് പറയുമ്പോഴാണ് എനിക്ക് ഒന്നുകൂടി ഓർമ്മ വരുന്നത്. പാലക്കാട് പാർട്ടി സമ്മേളനം, പാർട്ടി കോൺഗ്രസ്, CPM-ന്റെ പാർട്ടി കോൺഗ്രസിൽ ഈ തിരൂർ സമ്മേളനം ഒരു വലിയൊരു വിഷയമായി. അവിടെ സഖാക്കൾ, പാർട്ടി നേതാക്കൾ, പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നത് പാർട്ടിയുടെ നേതാക്കളാണ്, ഓരോ ജില്ലയിൽ നിന്നുള്ള നേതാക്കളാണ്, വെറും അണികളല്ല വരുന്നത്, സാധാരണ പ്രവർത്തകരല്ല വരുന്നത്. പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ അവർക്ക് അർഹത കിട്ടുന്ന ഏറ്റവും ഉയർന്ന നേതാക്കന്മാർക്കാണ് പാർട്ടി കോൺഗ്രസ് പങ്കെടുക്കാൻ കഴിയുന്നത്. അങ്ങനെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത പല ഉന്നത നേതാക്കളും അവിടെ മലപ്പുറത്തെ വിഭജിച്ച് വേറെ ജില്ല ഉണ്ടാക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു അവിടെ. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഗവൺമെന്റ്, ഇപ്പൊ താങ്കൾ പറഞ്ഞ ആ പാർട്ടിയാണ് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ഇവിടെ നിൽക്കുന്നത്. ആ ഗവൺമെന്റിനാണ്, ആ മുഖ്യമന്ത്രിക്കാണ് ഇവർ ഹർജി കൊണ്ട് കൊടുത്തത്. അപ്പൊ അതെല്ലാം കൂടെ നമ്മളൊന്ന് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ താങ്കൾ ഈ പറഞ്ഞതുപോലെ അവർക്കൊരു ആർജവം ഉണ്ടാകില്ല, രാജ്യത്തിന്റെ നന്മയായിരിക്കില്ല. അവരുടെ ഉള്ളിലും ഒരു നേരത്തെ പറഞ്ഞതുപോലെ ചില പ്രത്യേക പൊളിറ്റിക്സ്
വർഗീയപരമായ പൊളിറ്റിക്സ് തന്നെയാണ്, താൽക്കാലിക വോട്ട് നേട്ടത്തിന് വേണ്ടിയുള്ള പൊളിറ്റിക്സ് ആണ്. അത് തന്നെയാണ് ഇവിടുത്തെ CPM കുറെ കാലം കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. തീക്കളിയാണെന്ന് നമുക്ക് അതിനെ വേണമെങ്കിൽ വിശേഷിപ്പിച്ചുകൂടാ. തീർച്ചയായിട്ടും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഈ പാലക്കാട് സമ്മേളനത്തിൽ പങ്കെടുത്ത നേതാക്കന്മാരെല്ലാം ഇപ്രാവശ്യം PFI നിരോധിച്ചതോടുകൂടി ഒഴുകി തിരിച്ചിപ്പോ കോൺഗ്രസിൽ കയറി. അവരാരും ഇപ്പം മാർക്സ് പാർട്ടി കാണുകയല്ല. മാർക്സ് പാർട്ടിയിലോട്ട് PFI ഒഴുകി എത്തിയവരെ ഉണ്ടാക്കിയ ഡിമാൻഡ് ഈ ഇലക്ഷൻ വന്നപ്പം തിരിച്ചൊഴുകി UDF കയറി. ഇവര് എവിടെ ഇരുന്നാലും LDF ഇരുന്നാലും UDF ഇരുന്നാലും ഇവരുടേതായിട്ടുള്ള അജണ്ടകൾ ഒരു സൈഡിൽ കൂടെ കൃത്യമായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിനെ എങ്ങനെ നേരിടാൻ പറ്റും എന്നുള്ളത് ഗവൺമെന്റും ജനങ്ങളും യോജിച്ചാലോചിക്കേണ്ട കാര്യമാണ്. ഇതിനെ മതാടിസ്ഥാനത്തിൽ ഒരു കഷ്ണവും കൂടെ കിട്ടണം എന്നുള്ളതാണ് ആത്യന്തികമായ ഡിമാൻഡ്. അതിനാദ്യം ജില്ല, പിന്നെ സ്റ്റേറ്റ്, പിന്നെ രാജ്യം. ഇതൊക്കെ തന്നെയാണ് ഈ ഡൽഹിയിൽ വിളിച്ച കേരൾ മാംഗെ ആസാദി എന്ന് പറഞ്ഞ സംഭവം. അതുപോലെ തന്നെ കട്ടിംഗ് സൗത്തും. അപ്പൊ ഇതിനൊക്കെ പല രീതിയിലുള്ള കട്ടിംഗ് സൗത്തും. അപ്പം അതിന് അതായത് വലിയ കഷ്ണമായിട്ട് വിഴുങ്ങാൻ പറ്റാത്തതുകൊണ്ട് ചെറിയ കഷ്ണമാക്കി വിഴുങ്ങുക എന്നുള്ളതാണ് ഇതിന്റെ തിയറി. അപ്പൊ അതുകൊണ്ട് അതായിരിക്കും ഉദ്ദേശം. ഈ മൂവാറ്റുപുഴ ജില്ല വേണോന്ന് പറയുന്നതിന്റെ പിന്നിൽ ഇതേനായിരിക്കും ഉദ്ദേശം. മൂവാറ്റുപുഴ, ആലുവ, പെരുമ്പാവൂർ ഈ 3 ഏരിയകൾ ചേർന്ന് വേറൊരു സെറ്റപ്പ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് സമാനമായിട്ടുള്ള അജണ്ടകളുണ്ട്. പെരുമ്പാവൂർ എന്നൊക്കെ പറയുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ അവിടെ അധികം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ബംഗ്ലാദേശികള്, റോഹിംഗ്യകള്, ഇന്ത്യക്കാരല്ലാത്തവർ വന്ന് റേഷൻ കാർഡും വോട്ടേഴ്സ് ID-യിലും ഒക്കെ ചേർന്ന് അവിടെ വേറെ ലെവലാണ് കാര്യങ്ങൾ. ലോക്കൽ ജിഹാദി അല്ല, ഫോറിൻ ജിഹാദിയാണ് അവിടെ കൂടുതൽ. അപ്പൊ അവിടെയും ഈ പറഞ്ഞ രീതിയിലുള്ള സംവിധാനം. ഇതിനൊരു അനുബന്ധമായിട്ട് പറയാനുള്ളത് 2018 ഇവരുടെയൊക്കെ മുത്താപ്പയായിട്ടുള്ള സക്കീർ നായിക്ക് പറഞ്ഞു ജിഹാദ് നടത്താനും സ്വതന്ത്രമായിട്ട് ജീവിക്കാനും ഫ്യൂച്ചറിൽ ഏറ്റവും നല്ല സ്ഥലം കേരളമായിരിക്കും. അധികം താമസിയാതെ അവിടെ ഞമ്മന്റേതാവും. അതുകൊണ്ട് എല്ലാവരും ഹിജറ നടത്തി, ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഹിജറ നടത്തി കേരളത്തിൽ വന്ന് താമസമാക്കിക്കൊള്ളുക. അപ്പൊ മിക്കവാറും ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും കേരളത്തിൽ പല രീതിയിൽ ഇവിടെ വന്ന് ഈ കോവിഡ് കാലത്ത് റേഷൻ കാർഡും ഒക്കെ വാങ്ങിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിലും പേര് ചേർത്ത് നാച്ചുറലൈസ് ആയി കാണുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ CAA NRC ഒന്നും ഇല്ല, നടപ്പിലാക്കുകയെന്നല്ല കേരള ഗവൺമെന്റ് പറയുന്നത്. അപ്പൊ അതിന്റെ അകത്ത് കള്ളത്തരം മനസ്സിലായല്ലോ. പുറത്തു നിന്നും നമ്മള് ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ട് സാർ, നമ്മള് ഈ എല്ലാ ജില്ലകളുടെ പിന്നിലും അതായിരിക്കില്ലല്ലോ ഉദ്ദേശം. നമ്മൾ അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പിന്നെ നെയ്യാറ്റിൻകരയും കാട്ടാക്കട വിഭജിച്ച് ജില്ല വേണമെന്ന് ആവശ്യപ്പെടുമ്പോഴും നമ്മൾ ഈ പറഞ്ഞ ഉദ്ദേശം അതിനകത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ കൊല്ലം വിഭജിച്ചിട്ട് പത്തനാപുരം ഒരു ജില്ലയാക്കണമെന്ന് പറയുമ്പോഴും സൗകര്യങ്ങളായിരിക്കും അത് ഉദ്ദേശിക്കുന്നത്. എല്ലായിടത്തും അതുണ്ടാവില്ല. ഈ പറയുന്ന മലപ്പുറം, അതുപോലെ മൂവാറ്റുപുഴ, അങ്ങനെയുള്ള പെരുമ്പാവൂർ, അങ്ങനെ ആ പ്രദേശങ്ങൾ ഒരുപക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ ചില ഉദ്ദേശങ്ങൾ അതിന്റെ പിന്നിൽ ഉണ്ടെങ്കിൽ പോലും ഈ ജില്ലകൾ കൂടുതൽ ഇപ്പൊ ഡിമാൻഡ് വന്നിരിക്കുന്നത്, ഇപ്പൊ ഈ അടുത്ത കാലത്തോട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ല വിഭജിക്കണം, കൊല്ലം ജില്ല വിഭജിക്കണം എന്നുള്ള അഭിപ്രായങ്ങളൊക്കെയാണ്. അപ്പൊ അത് ഈ നമ്മുടെ ഈ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ, നമ്മുടെ സാമൂഹ്യ അവസ്ഥയെ അതെങ്ങനെ ബാധിക്കും എന്നതാണ് നമുക്ക് ആലോചിക്കേണ്ടത്. ഒരു ജില്ല വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഭരണ ചെലവ് മാർജിനലായിട്ട് വർദ്ധിക്കും. അതൊരു വലിയൊരു ഗവൺമെന്റിന്റെ മൊത്തം ചെലവ് നോക്കുമ്പോൾ അതൊരു വലിയ എമൗണ്ട് അല്ല. ഇപ്പൊ ഒരു ജില്ല വരുന്നതോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു കളക്ടറേറ്റോ സെറ്റപ്പോ വരുന്നതോ അല്ലെ ഒരു വരുന്നതല്ല. പക്ഷെ അതനുസരിച്ചുള്ള പ്രൊഡക്ഷനും അതനുസരിച്ചുള്ള ഡെവലപ്മെന്റ് അവിടെ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കേരളത്തിന് മൊത്തം എല്ലാം കൂടെ ലയിപ്പിച്ച് ഒറ്റ ജില്ലയായിട്ട് നോക്കിയാലും 140 ജില്ലയാക്കിയാലും വികസനം നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. കൂടുതൽ ഫാക്ടറികളോ കൂടുതൽ കാര്യങ്ങളോ ഉണ്ടായാലേ ടാക്സ് ജനറേറ്റ് ചെയ്യത്തുള്ളൂ. ജോബ് ജനറേറ്റ് ചെയ്യുന്നില്ല, ടാക്സ് ജനറേറ്റ് ചെയ്യുന്നില്ല, യാതൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നില്ല, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇല്ല, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇല്ല. പിന്നെ ഇതെല്ലാം കൂടെ ഈ 14 ജില്ലയും കൂടെ മെർജ് ചെയ്ത് ഒറ്റ ജില്ലയാക്കിയാലും ഈ 14നെ 10 കഷ്ണിച്ച് 140 ജില്ല ഉണ്ടാക്കിയാലും ഇതിന്റെ എഫക്റ്റ് തുല്യമാണ്. അല്ലാണ്ട് ഒരു പ്രയോജനവും അല്ലെങ്കിൽ ആ ഒരു ജില്ല വന്നതുകൊണ്ട് നാട്ടുകാർക്കോ അല്ലെ ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഒരു പ്രയോജനമോ ഒന്നുമില്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോ MLA മാർക്കോ അല്ലെ ഓരോ ആൾക്കാർക്കോ അവന്റെ ഒരു ക്രെഡിറ്റ്, എന്റെ കാലത്ത് ഞാനിവിടെ ഒരു ജില്ല കൊണ്ടുവന്നു വെറുതെ പറയാവുന്നുള്ളതേ ഉള്ളൂ. ഈ പത്തനാപുരത്തിന്റെ നെയ്യാറ്റിൻകരയുടെ ഒക്കെ കഥ മിക്കവാറും അത്രയേ കാണത്തുള്ളൂ. അല്ലാതെ അതിന്റെ അപ്പുറത്ത് ഏതെങ്കിലും ചില പൊളിറ്റിക്കൽ, ഇപ്പൊ പത്തനംതിട്ട ജില്ല ഉണ്ടാക്കി പണ്ട് ഏതോ ഒരു MLA-യുടെ പിന്തുണ കിട്ടാൻ വേണ്ടി കാസ്റ്റിംഗ് വോട്ടിനോ അങ്ങാണ്ട് വേണ്ടി അതോ ഒരു KK നായർന്നോ അങ്ങനെ കണ്ടു പറഞ്ഞ ഒരാൾക്ക് വേണ്ടി അങ്ങനെ ഒരു നായർക്ക് വേണ്ടി അങ്ങനെ ഒരു ജില്ല ഉണ്ടാക്കി. അങ്ങനെയൊക്കെ പല അഡ്ജസ്റ്റ്മെന്റുകളും പല കാലത്തും നടന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിനൊന്നും പ്രസക്തിയില്ല. ഇവിടെ ഇതിന്റെ അകത്ത് റിമോട്ടിലെങ്കിലും ഇതിന്റെ അകത്ത് മതവും വിഘടനവാദവും വരുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ഗവൺമെന്റ് നോക്കേണ്ടത്. ജില്ല കൊടുക്കേണ്ടതാണ്, കൊടുക്കുന്നതിനൊന്നുമില്ല.
പക്ഷെ ചില ജില്ലകൾ വാങ്ങിച്ച് വേറൊരു ജില്ലയുടെ അതിരുകൂടെ മാന്തി അവിടുന്നും കുറെ ഏരിയ കവർ ചെയ്തൊക്കെ വലിയ പഠനങ്ങളൊക്കെ നടത്തി റിസർച്ച് ഒക്കെ നടത്തിയാണ് പല പല ആൾക്കാരും പൊങ്ങി വന്നിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് പുറകിൽ പ്രവർത്തിച്ചവരെ സ്റ്റേറ്റ് ഗവൺമെന്റ് നോക്കിയാൽ പോരാ, NIA കൂടെ നോക്കിയാലേ അതിന്റെ മൊത്തം അജണ്ടയൊക്കെ ഒന്ന് പുറത്തു വരത്തുള്ളൂ. ഈ ഈ ഇത് കൊണ്ടുവരുന്ന ഈ പ്രപ്പോസലും കൊണ്ട് വരുന്നവരുടെയും അവരുടെ പുറകിൽ പ്രവർത്തിക്കുന്നവരുടെ അജണ്ടയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. വലിയ ഫ്യൂച്ചർ പ്ലാനുകളൊക്കെ 2047 പ്ലാനൊക്കെ കിടപ്പുണ്ടോ അതിന്റെ പുറകിൽ എന്നുള്ളത് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇത് അത് മാത്രമല്ല, ഇത് ഒത്തിരി പേർക്ക് ഒരു മോട്ടിവേഷൻ ആവും. ചുമ്മാ പെറ്റുപെരുകിയ ജില്ല കിട്ടും, എന്നാ ഉത്സാഹിച്ച് പെറ്റുപെരുകിയേക്കാം എന്ന ഒരു മോട്ടിവേഷനും കൂടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതും ഇതിൻ്റെ അകത്തൊന്ന് പഠന വിഷയമാക്കുക. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നടത്തി രാജ്യം പിടിച്ചെടുക്കുക എന്നുള്ള, അതുപോലെ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിലും റേഷൻ കാർഡിലും ചേർത്ത് രാജ്യം പിടിച്ചെടുക്കുക എന്നുള്ള ആ അജണ്ടകളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതൊക്കെ കേന്ദ്രം ചെക്ക് ചെയ്യേണ്ടതാണ്, കേന്ദ്ര ഏജൻസികളും അത് അന്വേഷിക്കേണ്ടതാണ്. അല്ലാണ്ട് ഈ വരുന്ന ജില്ലാ ഡിമാൻഡിനെ വെറും ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഡിമാൻഡായിട്ട്, ഒരു നാച്ചുറൽ ഡിമാൻഡായിട്ട് കാണേണ്ടതില്ല. അതിന്റെ പുറകിലുള്ള അജണ്ടകളെ കൂടെ ജനവും രാജ്യവും തിരിച്ചറിയണം എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു കാര്യം. അല്ലാണ്ട് ജില്ല കൊടുക്കരുത് എന്നുള്ള ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള റൂളല്ല. അത് എങ്ങനെയാ ഡിമാൻഡ് ഉണ്ടാക്കി കൊണ്ടുവരുന്നു എന്നുള്ള കാര്യമാണ് അന്വേഷിക്കേണ്ടത്. അത് മാത്രമല്ല, നമ്മള് ഈ ഒരു ജീവനക്കാരുടെ എണ്ണം, അതായത് വളരെയധികം കൂടുതൽ. ഇപ്പൊ തന്നെ പട്ടാമ്പിയിൽ ഒരു പുതിയ ജില്ല അല്ല താലൂക്ക് രൂപീകരിച്ചപ്പോൾ തന്നെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പറഞ്ഞത് 938 ജീവനക്കാരെ പുതുതായിട്ട് ഇവിടെ വേണം എന്നുള്ളതാണ്. 12 അവിടെ അത് ഏകദേശം ഒരു 12 പുതിയ താലൂക്കുകൾ അന്ന് ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടാക്കിയിരുന്നു, പട്ടാമ്പി ഉൾപ്പെടെ. ആ പട്ടാമ്പി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ 12 താലൂക്കിലുമായിട്ട് 938 ജീവനക്കാരെ വേണ്ടി വന്നിരിക്കുന്നു. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ ഇപ്പോ ഈ PSC ലിസ്റ്റുകളിൽ കിടക്കുന്നവരെ പോലും നിയമിക്കാൻ കഴിയാതെ കേരള ഗവൺമെന്റ് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഈ അവസ്ഥയിൽ ഈ താലൂക്കുകൾ, ഓരോ താലൂക്ക് കേന്ദ്രീകരിച്ചും ഓരോ ജില്ല വേണമെന്നുള്ള ഡിമാൻഡ് കൂടുമ്പോൾ അത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ വല്ലാതെ ബാധിക്കില്ലേ? കൂടുതൽ ജീവനക്കാർ വേണം, പിന്നെ വികസനം നടക്കാതിരിക്കും, ഭരണ സൗകര്യങ്ങൾ നടക്കാൻ ആവശ്യത്തിന് ജീവനക്കാരും ആവശ്യത്തിന് ഓഫീസുകളും സംവിധാനങ്ങളും ഒക്കെ ഇല്ലാതെ ആകുമ്പോൾ ഒരു ജില്ല മാത്രം രൂപീകരിച്ചു വെച്ചിട്ട് എന്ത് കാര്യം എന്ന ഒരു അവസ്ഥ വരുന്നില്ല എന്നുള്ളതാണ്. അല്ല, ഇതിനകത്ത് 938 സർക്കാർ ജീവനക്കാര് അധിക ചെലവാണ്. 3 ലക്ഷം പേരെ മദ്രസ അധ്യാപകർക്ക് ശമ്പളവും ആനുകൂല്യം കൊടുത്തപ്പോൾ 3 ലക്ഷം എവിടെ കിടക്കുന്നു, ഈ 900 എവിടെ കിടക്കുന്നു? അപ്പൊ ഈ ഗവൺമെന്റിലെ ആർക്കും ഇടതിനും വലതിനും ഉമ്മൻചാണ്ടിക്കും പിണറായിക്കും ഒന്നും ബോധമില്ലായിരുന്നോ? അവരൊക്കെ ജീവിച്ചിരുന്നപ്പോഴല്ലേ 3 ലക്ഷം മദ്രസ അധ്യാപകർക്ക് ക്ഷേമനിധിയും പെൻഷനും ശമ്പളവും സകല ആനുകൂല്യങ്ങളും ഗവൺമെന്റിൽ നിന്ന് കൊടുക്കുന്നത്. അതുപോലെ അറബി സ്കൂളുകളെ മൊത്തം എയ്ഡഡ് സ്കൂളുകളായിട്ട് പ്രഖ്യാപിച്ചപ്പം 3 ലക്ഷം കയറി. അപ്പൊ അന്നേരം ഇതൊന്നും ആലോചിച്ചില്ലേ? പിന്നെ അത് വികസനം നടക്കുമ്പം ആൾക്കാർക്ക് ജോലി കിട്ടുന്നു, സ്റ്റാഫിനെ വേണമെന്നുള്ളതല്ല പ്രശ്നം, ഏതിന് വേണമെന്നുള്ളതാണ്. അറബി ഭാഷയ്ക്കും അറബി പഠനത്തിനും ജിഹാദ് പഠനത്തിനും ഒക്കെ ഫണ്ടിന് ഒരു ക്ഷാമവും ഇല്ല. അവർ എത്ര പേരെ അപ്പോയിന്റ് ചെയ്താലും കുഴപ്പമില്ല, അവർക്കെല്ലാം ഗവൺമെന്റ് ഫണ്ട് കൊടുക്കുന്നു, സാലറി കൊടുക്കുന്നു, യാതൊരു കുഴപ്പമില്ല. സർക്കാർ ജനങ്ങൾക്ക് സർവീസ് കൊടുക്കുന്ന അടുത്ത ഇപ്പൊ താലൂക്ക് ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോ കളക്ടർ ഓഫീസിലോ 10 പേരെ നിയോഗിക്കണമെന്ന് പറയുമ്പോൾ ഈ കണക്കെല്ലാം കൃത്യമായിട്ട് വരുന്നു. ഈ കാൽക്കുലേഷൻ നടത്തിയ ആൾക്കാര് ഈ അറബിയുടെ കാര്യത്തിൽ എന്താ കൂട്ടാഞ്ഞത്? അറബി നമ്മുടെ ഭാഷയാണോ? ഇന്ത്യയുടെ ഭാഷയാണോ? അല്ല. അപ്പൊ ഇതിൻ്റെ അകത്തെല്ലാം കൃത്യമായിട്ടുള്ള ഒരു മതവിധേയത്വം കേരളത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും പ്രപ്പോസലിലും ഉണ്ട്. യഥാർത്ഥ വികസനം നടക്കേണ്ട സ്ഥലത്ത് വന്ന് കഴിയുമ്പോൾ ഗവൺമെന്റിന്റെ ഈ പൈസ ഇല്ല, ഭയങ്കര കരച്ചിലാണ്. പണ്ട് ഒരു നേവിയുടെ കമാൻഡർ ബോട്ടിനും ഇതിനും കപ്പലിനും ഒക്കെ ബാറ്ററി വാങ്ങിക്കാൻ ചെന്നപ്പം ബാറ്ററി വാങ്ങിക്കാൻ കാശില്ല എന്നാണ് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റും സോണിയാഗാന്ധിയുടെ ഗവൺമെന്റും ഒക്കെ പറഞ്ഞത്. പിന്നെ ആ ബോട്ടും എല്ലാം കത്തിപ്പോയി, ആ മൊത്തം കുളമായി. നമ്മുടെ AK ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാണ് സൈന്യത്തിന്റെ കപ്പലെ ബാറ്ററി വാങ്ങിക്കാൻ കാശില്ല, അതായിരുന്നു അവസ്ഥ. പക്ഷേ സച്ചാർ കമ്മീഷൻ നടപ്പിലാക്കാൻ ഇഷ്ടം പോലെ കാശുണ്ടായിരുന്നു. ബംഗ്ലാദേശിൽ നിന്നും റോഹിംഗ്യക്കും തീറ്റ കൊടുക്കാൻ ഇഷ്ടം പോലെ കാശുണ്ടായിരുന്നു. ഇതിന്റെ പ്രയോറിറ്റി രാജ്യത്തിനും ഡെവലപ്മെന്റിനും സൈന്യത്തിനും മുടക്കേണ്ട പൈസയ്ക്കാണോ പ്രയോറിറ്റി ഉള്ളത്, അതുപോലെ ഈ അറബി പഠിപ്പിക്കാനുള്ള കാര്യത്തിനാണോ ജിഹാദ് പഠിപ്പിക്കാനാണോ പ്രയോറിറ്റി ഉള്ളത് എന്നുള്ള കാര്യത്തിലാണ് അവിടാണ് പ്രശ്നം. ഇതാണ് ശരിക്കും ഈ വികസനം തടയുന്നതിന്റെ കാര്യം. അതുകൊണ്ട് ഇതിനകത്ത് ഒരു മതത്തിന്റെ ആഭിമുഖ്യം ഇല്ലാതെ ഉള്ള പരിപാടികൾക്കുള്ള ധൈര്യം ഗവൺമെന്റ് കാണിക്കണം, സ്റ്റേറ്റും കാണിക്കണം, സെൻട്രലും കാണിക്കണം. ഓക്കെ സാർ, താങ്കൾ ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, ഞാൻ അത് ഒന്നും കൂടെ കൂടുതൽ നമുക്ക് സമയം നീട്ടിക്കൊണ്ട് പോകണ്ട എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞ ജില്ലകൾ രൂപീകരിക്കുന്നതിനേക്കാളും താങ്കൾ പറഞ്ഞത് പഴയ തിരുക്കൊച്ചി സ്റ്റേറ്റ് രൂപീകരിക്കണം,
മലബാറിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കണം, വടക്കൻ കേരളത്തിലെ ചില ജില്ലകൾ കർണാടകത്തിലേക്ക് വിട്ടുകൊടുക്കണം എന്നൊക്കെ താങ്കൾ പറഞ്ഞു. എത്രമാത്രം അത് സാധ്യമാകും? അത് വല്ലാത്തൊരു സ്ഫോടനം ഉണ്ടാകില്ലേ കേരളത്തിൽ അങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ? എന്ത് സ്ഫോടനം? എന്നാ വലിയ സൈന്യമാണ് നമ്മുടേത്, ആരെന്ത് സ്ഫോടനം ഉണ്ടാക്കും? കാശ്മീർ ഒതുക്കിയില്ലേ? നക്സൽ കോറിഡോർ 2014 മൂന്നിലൊരു ഭാഗം ഇന്ത്യയുടെ ഭരണത്തിലല്ല. മോഡി ഗവൺമെന്റിന് ഭരണം കിട്ടുമ്പോൾ മൂന്നിലൊരു ഭാഗം ഇന്ത്യയുടെ ഭരണത്തിലല്ല. കളക്ടറോ SP നക്സൽ പറയുന്നത് കേട്ടാണ്. ഡാർജിലിംഗ് തുടങ്ങി വയനാട് വരെ നക്സൽ കോറിഡോർ ഉണ്ടായിരുന്നു. എന്തിയാ നക്സലിനെ എല്ലാം തീർത്തു. കാശ്മീരിലുള്ള പഴയ ജിഹാദി എല്ലാം തീർന്നു. ഇപ്പൊ പുതുതായിട്ട് കയറി വരുന്ന ജിഹാദിയേ ഉള്ളൂ. ഇവിടെ കാശ്മീരിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. ഈ ഫേസ്ബുക്കിലും ഇതിൽ എന്താണ് ക്ലബ് ഹൗസിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലൊക്കെ ഇരുന്ന് റെട്രിക് അടിക്കുന്ന പോലെയൊന്നും അല്ല. സൈന്യം വന്നു കഴിയുമ്പം ഇവിടെ ഈ ഇപ്പം PFI-കാരനെ എല്ലാം പിടിച്ചകത്തിട്ടു. എന്നാ സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. ഗൂർഖ റെജിമെന്റ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. ബ്രിട്ടീഷുകാരന്റെ ഗൂർഖ റെജിമെന്റ് ഇപ്പോഴും ഉണ്ട് നമ്മുടെ കൂടെ. അതുകൊണ്ട് ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമത്തിനെ എതിർത്ത് പോരാടാനുള്ള ശേഷിയൊന്നും ഒരുത്തിനുമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ളതൊക്കെ കേന്ദ്രത്തിൽ ഇരിക്കുന്നവർക്ക് നല്ല ഫസ്റ്റായിട്ട് അറിയാം. കൃത്യമായിട്ട് ഈ ലക്ഷദ്വീപിലൊക്കെ നാവിക കേന്ദ്രവും കേരളത്തിലും തമിഴ്നാടിന്റെയും കർണാടകയുടെ അതിർത്തിയിലൊക്കെ സൈനിക പ്രാതിനിധ്യമൊക്കെ വർദ്ധിപ്പിച്ച് ചുമ്മാ ഒന്നുമല്ല. ഇവിടെ ഇരിക്കുന്നവർ മനസ്സിൽ കാണുമ്പോൾ മരത്തെ കാണുന്നവരാണ് ഇപ്പൊ ഡൽഹിയിൽ ഇരിക്കുന്നത്. കേരളത്തിലെ ഈ വികരണവാദികൾ മനസ്സിൽ കാണുമ്പോൾ മരത്തെ കാണുന്നവന്മാരാണ് ഡൽഹിയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ആ ലെവലിലുള്ള പരിപാടികളൊന്നും നടക്കത്തില്ല. കേന്ദ്രം ഡിവൈഡ് ചെയ്താൽ ഇപ്പൊ 1956 കേരള ഫോർമേഷൻ കേന്ദ്രം ക്യാൻസൽ ചെയ്യുകയാണ്. തിരുക്കൊച്ചി സ്റ്റേറ്റ് റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നു. മലപ്പുറം കേന്ദ്രഭരണ പ്രദേശമാകുന്നു. ബാക്കി 4 ജില്ലകൾ കർണാടകത്തിൽ ലയിപ്പിക്കുക, അല്ലെ ഒരു ചെറിയ സ്റ്റേറ്റ് ആയിട്ട് നോർത്ത് മലബാർ ആയിട്ട് നിലനിർത്തുവോ? യുക്തമായ കാര്യം ചെയ്തത് തന്നെയാണ്. എതിർക്കുന്നവർ യെസ്, ദാറ്റ് ഇസ് ദ പോയിന്റ്. അത് ആർജവത്തോടെ കേന്ദ്രം ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തതാണ്. അത്രേ കളിച്ച് അത് ചെയ്യേണ്ടി വരും. അത്രേ ഉള്ളൂ. കളിച്ച് ഇവിടെ കേരളത്തിൽ കളിച്ചല്ല PFI മൊത്തം അകത്ത് കിടക്കുന്നത്. അതുപോലെ അവല് മലര് കുന്തിരിക്കുമെന്ന് പറഞ്ഞു ചുമ്മാ ഇരുന്നിടത്ത് പോയി അവല് മലര് കുന്തിരിക്കുമെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചാണ് ഇപ്പൊ അകത്ത് പോയത്. അപ്പൊ അവല് മലര് കുന്തിരിക്കുമെന്നും ആർക്കും വാങ്ങേണ്ടി വന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് തന്നെയാണ് ഈ അവല് മലര് കുന്തിരിക്കും പരിപാടി തന്നെയാണ് പല ജില്ലയുടെയും ഡിമാൻഡിന്റെ പുറകിൽ നിൽക്കുന്ന മോട്ടിവേഷൻ. ഈ അവല് മലര് ചിന്താഗതിയാണ്. എന്തായാലും ജില്ലകൾക്ക് വേണ്ടിയുള്ള ഡിമാൻഡ് ഉയരുമ്പോൾ ഇപ്പോൾ ഭരിക്കുന്നവർ, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരുന്നാലും സെൻട്രൽ ഗവൺമെന്റ് ആയിരുന്നാലും, അതിന്റെ പിന്നിലെ ഉദ്ദേശം ശുദ്ധി വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഭംഗിയായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം അത്തരം കാര്യങ്ങളിലേക്ക് എടുത്തിയാൽ അല്ലെങ്കിൽ വലിയൊരു ചതിക്കുഴിയിലേക്ക് വിടുന്ന അവസ്ഥയിലേക്ക് പോകും എന്ന് തന്നെയായിരിക്കും നമ്മളെ ഈ ചർച്ച ചെയ്യുന്നത് ഉരുത്തിരിയുന്ന ഒരു പ്രധാന പോയിന്റ്. അത് ആർജവത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള ധൈര്യം കാണിക്കും. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.